നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ എന്നും കലഹം, മക്കളായിട്ട് കലഹം, ഭർത്താവായിട്ട് കലഹം, ഭാര്യയായിട്ട് കലഹം, എന്നും നിങ്ങളുടെ വീട്ടിൽ കലഹവും വഴക്കുമാണോ? അത് മനസമാധാനം കെടുത്തുന്നുണ്ടോ? അതിന് പരിഹാരം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളും നമ്മൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ സന്താനങ്ങളായിട്ട് വഴക്ക്, മക്കൾ പറഞ്ഞനുസരിക്കുന്നില്ല, ഭർത്താവ് ആണെങ്കിൽ അങ്ങനെയോ, ഭർത്താവും ഭാര്യയായിട്ട് വഴക്ക്, നമ്മൾ എന്നും ഇങ്ങനെ കലഹമായി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാവുന്നില്ല. ജ്യോതിഷത്തിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും കുടുംബത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പല കാരണങ്ങളായിരിക്കാം. ഒന്നുകിൽ ഓരോരുത്തരുടെ ഗ്രഹദോഷങ്ങളായിരിക്കാം, വാസ്തുദോഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ചിലപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു വിയോജിപ്പായിട്ട് മാറാം. ഇപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ശരി, ഗ്രഹനാഥനാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ട് വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും 1008 ഉരു വെച്ചിട്ട് ജപിക്കുക. രാവിലെയും വൈകുന്നേരവും. അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ചെയ്യുക. വൈകുന്നേരം അതുപോലെ തന്നെ 1008 ഉരു ജപിക്കുക. ഇത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാൻ ഉണ്ടാകും. 1008 ജപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയുമോ അതൊന്നും പറ്റില്ല, നടപടിയാവില്ല. പ്രത്യേകിച്ച് വീട്ടിൽ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് മനസ്സമാധാനവും സന്തോഷവും കൈവരിക്കാനായിട്ട് ഈ മന്ത്രം 1008 ഉരു നിത്യവും ജപിക്കുക. മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്. രാവിലെയും വൈകുന്നേരവും ജപിക്കണം, ഒരു നേരം മാത്രമല്ല. അപ്പോൾ ഒരു ദിവസം 2016 തവണയാണ് ജപിക്കേണ്ടത്. മന്ത്രം ഇതാണ്: ഓം ക്രോം ഹ്രീം ആം വൈം വൈവ സ്വധയ ധർമ്മരാജായ ഭക്താനുഗ്രഹദോ നമ എന്നതാണ് മന്ത്രം. ഓം ക്രോം ഹ്രീം ആം വൈം വൈവ സ്വത്തായ ധർമ്മരാജായ ഭക്താനുഗ്രഹദോ നമ എന്നാണ്. ഓം ഗോപീജന വല്ലഭായ സ്വാഹ എന്ന ഗോപാലകൃഷ്ണ മന്ത്രവും നിത്യവും ജപിക്കുന്നത് അശാന്തി മാറാനായിട്ട് നല്ലതാണ്. ഈ ഓം ഗോപീജന വല്ലഭായ സ്വാഹ എന്ന മന്ത്രവും 1008 ഉരു നിത്യവും ജപിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ കലഹവും വഴക്കും മാറി കുടുംബത്തിൽ പൊതുവെ ഒരു ശാന്തി സമാധാനം കൈവരിക്കാനായിട്ട് നല്ലതാണ്. രാവിലെയും വൈകുന്നേരം ജപിക്കുമ്പോൾ ഒരു നിലവിളക്ക് കൊളുത്തി, 2 തിരിയിട്ടൊരു നിലവിളക്ക് കൊളുത്തി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാറോട്ടേക്കും തിരിഞ്ഞിരുന്ന് ജപിക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ശാന്തി സമാധാനം കൈവരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടണം. 1008 രൂപ ജപിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും.